PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരഫെഡ് അസിസ്റ്റന്റ്, അപ്പെക്സ് സൊസൈറ്റീസ് LDC തുടങ്ങിയ ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ മൊഡ്യൂളിലെ ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, ഓഡിറ്റ് ഫീ ആൻഡ് ഓഡിറ്റ് കോസ്റ്റ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. കോപ്പറേറ്റീവ് ഓഡിറ്റർ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളുടെ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ജനറൽ ബോഡിയാണ്. അത് DCA അപ്രൂവ് ചെയ്തൊരു പാനലിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ഓഡിറ്റേഴ്സ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് DCAക്കാണ്. DCA നമുക്കറിയാം ഓഡിറ്റ് വിങ്ങിൽ സംസ്ഥാന തലത്തിലുള്ള ഹെഡാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ DCA എന്ന് പറയുന്നത്. DCAക്ക് താഴെ വരുന്നത് അഡീഷണൽ ഡയറക്ടറാണ്. ജില്ലാ തലത്തിലുള്ള ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡാണ് ജോയിൻറ്റ് ഡയറക്ടർ. താലൂക്ക് തലത്തിലുള്ള ഹെഡ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് DCAനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സെക്ഷൻ 63-ലും 64-ലുമാണ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 63-ലും 64-ലും ഓഡിറ്റിനെ കുറിച്ച് പറയുന്നു. റൂൾ 64-ലും 65-ലും. സെക്ഷൻ 63 പറയുന്നത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ DCA ആണ്. DCAനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്, എന്നാൽ രജിസ്ട്രാറുടെ കൺട്രോളിലാണ്. The government shall, by notification in the official gazette, appoint a person to be the DCA with jurisdiction over whole of the state. DCAയുടെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് സംസ്ഥാനം മുഴുവനുമാണ്. DCAനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്. 63(1) DCAനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണെന്ന് പറയുന്നത്. 63(2) പറയുന്നത് ക്വാളിഫിക്കേഷൻ ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ക്വാളിഫിക്കേഷനും ടേംസ് ആൻഡ് കണ്ടീഷനും പറയുന്നത് സെക്ഷൻ 63(2) DCA ഷാൽ ബി ആൻ ഓഫീസർ ഓൺ ഡെപ്യൂട്ടേഷൻ ഫ്രം ദ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറൽ ഓർ ആൻ ഓഫീസർ ഫ്രം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഒരു IAS ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിലെ ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറലോ ആയിരിക്കണം DCA എന്ന് പറയുന്ന വ്യക്തി. 63(3) പറയുന്നത് ഡെലിഗേറ്റ് ഓൾ ദ പവേഴ്സ് ഓഫ് DCA. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ എല്ലാ പവേഴ്സും ഡെലിഗേറ്റ് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നത് 63(3) 63(4) പറയുന്നു ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് മാനേജിംഗ് കമ്മിറ്റി കോസ് ടു ഓഡിറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഇയർ. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യേണ്ടത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണെന്ന് പറയുന്നത് സെക്ഷൻ 63(4) DCA രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ RCSൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണെന്ന് പറയുന്നത് സെക്ഷൻ 63(7) സെക്ഷൻ 63 സബ്സെക്ഷൻ 7 ഡീൽസ് ദ DCA ഷാൽ ബി ദ അണ്ടർ ദ കൺട്രോൾ ഓഫ് RCS. അപ്പം DCAനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 63. സെക്ഷൻ 64 പറയുന്നത് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ DCA ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. DCAനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 63-ലാണെങ്കിലും DCAയുടെ പവേഴ്സിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 64-ലാണ്. The audit shall include an examination of overdue debts if any, the verification of cash balance and securities, and evaluation of the assets and liabilities of the society. സെക്ഷൻ 64 സബ്സെക്ഷൻ 1 പറയുന്നത് ഓഡിറ്റിൻ്റെ സ്കോപ്പിനെ കുറിച്ചാണ്. സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ആണ് പറയുന്നത്. ഓഡിറ്റ് ഇൻക്ലൂഡ്സ് എക്സാമിനേഷൻ ഓഫ് ഓവർഡ്യൂ ഡെറ്റ്സ് ഇഫ് എനി, വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആൻഡ് സെക്യൂരിറ്റീസ്, ആൻഡ് വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ സൊസൈറ്റി. സെക്ഷൻ 64 സബ്സെക്ഷൻ 2 പറയുന്നത് DCAയുടെ പവേഴ്സിനെ കുറിച്ചാണ്. പവേഴ്സ് ഓഫ് DCA ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം. DCA അല്ലെങ്കിൽ DCA ഓതറൈസ് ചെയ്ത ഒരു വ്യക്തിയുടെ പവേഴ്സാണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 2 പറയുന്നത്.
He shall have access to all the books, accounts, documents, papers, records, securities, cash and other properties belonging to or in the custody of the society. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കസ്റ്റഡിയിലുള്ള ബുക്സ്, അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ്, പേപ്പേഴ്സ്, റെക്കോർഡ്സ്, സെക്യൂരിറ്റീസ്, ക്യാഷ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ് എല്ലാം ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഓഡിറ്റർക്കുണ്ട്. കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ പ്രൈമറി ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ അത് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആണ്. ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്റർ ഈസ് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്. ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നത് റൂൾ 64A റൂൾ 64A ഡീൽസ് വിത്ത് ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ ആൻഡ് 64B ഡീൽസ് വിത്ത് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് റൂൾ 64B റൂൾ 65 ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്. ഓഡിറ്റ് ഫീസിനെ കുറിച്ച് പറയുന്ന റൂൾ 65. റൂൾ 64 ഓഡിറ്റ്, 64A ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ, 64B ഓഡിറ്റ് റിപ്പോർട്ട്, 65 ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്. ഓഡിറ്റർ ആവശ്യപ്പെടുന്ന ഫിനാൻഷ്യൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ചീഫ് എക്സിക്യൂട്ടീവ് എല്ലാ അക്കൗണ്ട്സും ഡോക്യുമെൻറ്റ്സും എല്ലാം പ്രിപ്പയർ ചെയ്ത് മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ വെക്കുന്നു. മാനേജിംഗ് കമ്മിറ്റി ഒരു മാസം ടൈം എടുത്ത് അത് വെരിഫൈ ചെയ്യുന്നു. അതിനുശേഷം ഓഡിറ്റർക്ക് അയച്ചു കൊടുക്കുകയും ഓഡിറ്റർ പിന്നെ വരുന്ന 4 മാസത്തിനുള്ളിൽ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. അങ്ങനെ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലാണ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. Auditor should submit the report within 30 days from the date of completion of the audit of the society. ഒരു സഹകരണ സംഘത്തിൻ്റെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് റിപ്പോർട്ട് DCAക്ക് അയച്ചു കൊടുക്കണം. ബിക്കോസ് ദ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ടു DCA. Within 3 months from the date of receipt of audit report, the DCA shall issue the audit certificate and a copy of the audit memorandum duly signed by him. ഇങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ DCA ഓഡിറ്റ് സർട്ടിഫിക്കറ്റും അദ്ദേഹം സൈൻ ചെയ്ത ഓഡിറ്റ് മെമ്മറാണ്ടവും അതാത് സൊസൈറ്റീസിന് അയച്ചു കൊടുക്കുന്നു. വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ദ DCA ഷാൾ ഇഷ്യൂ ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് എ കോപ്പി ഓഫ് ദ ഓഡിറ്റ് മെമ്മറാണ്ടം ഡ്യൂലി സൈൻഡ് ബൈ ഹിം. The committee of the society submit rectification report to DCA and to RCS within 2 months of receipt of audit certificate. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ DCAയ്ക്കും RCSനും റെക്ടിഫൈ ചെയ്ത റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് കമ്മിറ്റി അയച്ചു കൊടുക്കണം. ഒരു സഹകരണ സംഘത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് സർട്ടിഫൈ ചെയ്യുന്നത് DCA ആണ്. DCA shall certify the net profit or net loss of a cooperative society. പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാഡ് ഡെറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ ജനറൽ ബോഡിയാണ് ഉത്തരം. ദ അതോറിറ്റി കോമ്പീറ്റൻറ്റ് ടു റൈറ്റ് ഓഫ് ബാഡ് ഡെറ്റ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ജനറൽ ബോഡി. എന്നാൽ രജിസ്ട്രാറുടെ അനുമതിയോടുകൂടി ആയിരിക്കണം. ആൻ ഓഡിറ്റർ shall audit not more than 30 societies in a financial year except societies having paid up share capital of less than 1 lakh or working capital of 1 lakh. ഒരു ഓഡിറ്റർ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 30-ലധികം സഹകരണ സംഘങ്ങളെ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലോ വർക്കിംഗ് ക്യാപിറ്റലോ 1 ലക്ഷത്തിൽ കൂടുതലുള്ള 30-ലധികം കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ജനറൽ ബോഡിയാണെന്ന് നമ്മൾ പഠിച്ചു. ഇഫ് ജനറൽ ബോഡി ഫെയിൽസ് ടു അപ്പോയിൻറ്റ് ഓഡിറ്റർ, DCA വിൽ അപ്പോയിൻറ്റ് ഓഡിറ്റർ ഫ്രം ദ പാനൽ. DCA shall publish panel of auditors on designation basis within 60 days from the close of the financial year. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ DCA ഓഡിറ്റേഴ്സിൻ്റെ ഒരു പാനൽ ഉണ്ടാക്കും. ആ പാനലിൽ നിന്നാണ് ജനറൽ ബോഡി ഓഡിറ്ററെ സെലക്ട് ചെയ്യേണ്ടത്. ഇനി ജനറൽ ബോഡി സെലക്ട് ചെയ്യുന്നില്ല എങ്കിൽ DCA തന്നെ ഓഡിറ്ററെ സെലക്ട് ചെയ്യും. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻറ്റേർണൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. ഇൻറ്റേർണൽ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് അപ്പോയിൻറ്റഡ് ബൈ മാനേജിംഗ് കമ്മിറ്റി.
ഓഡിറ്റ് ഫീ അല്ലെങ്കിൽ ഓഡിറ്റ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നതും DCA തന്നെയാണ്. ഓഡിറ്റ് ഫീ പെയ്ഡ് ചെയ്യേണ്ടത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിലാണ്. ഓഡിറ്റ് ഫീ പെയ്ഡ് ബൈ ദ സൊസൈറ്റി വിത്തിൻ 30 days ഓഫ് റെസീറ്റ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്. ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് പറയുന്നത് റൂൾ 65-ലാണ്. ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആണെങ്കിൽ ഓരോ 100 രൂപയ്ക്കും 50 പൈസ തോതിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാക്സിമം ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. മാക്സിമം ഓഡിറ്റ് ഫീസ് 1 ലക്ഷം രൂപ. ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓഡിറ്റ് ഫീ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഷാൽ ബി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓഡിറ്റ് ഫീ ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസ് ഷാൽ ബി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അഗ്രിഗേറ്റ് ഓഫ് ലോൺ ഇഷ്യൂഡ് ആൻഡ് റിക്കവേർഡ്. പ്രൈമറി കാർഡ് ബാങ്കിൻ്റെയും ഹൗസിംഗ് സൊസൈറ്റീസിൻ്റെയും ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് അഗ്രിഗേറ്റ് ഓഫ് ലോൺ ഇഷ്യൂഡ് ആൻഡ് റിക്കവേർഡ്. ട്രാൻസ്പോർട്ട് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഹയർ ചാർജസ് കളക്റ്റഡ്. ട്രാൻസ്പോർട്ട് സൊസൈറ്റീസ് കാൽക്കുലേറ്റ് ഓഡിറ്റ് ഫീസ് ഓൺ ദ ബേസിസ് ഓഫ് ഹയർ ചാർജസ് കളക്റ്റഡ്. എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ പേ ഓഡിറ്റ് ഫീസ് ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഡിറ്റ് ഫീ പേ ചെയ്യേണ്ടത്. ഇൻ ദ കേസ് ഓഫ് കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഫീ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് സെയിൽ പ്രൊസീഡ്സ് ഓർ കമ്മീഷൻ റിയലൈസ്ഡ് ഓൺ ഗുഡ്സ് സോൾഡ് ആസ് ഏജൻറ്റ്. കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സെയിൽ പ്രൊസീഡ്സ് ഓർ കമ്മീഷൻ റിയലൈസ്ഡ് ഓൺ ഗുഡ്സ് സോൾഡ് ആസ് ഏജൻറ്റ്. അടുത്തത് സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് എക്സെപ്റ്റ് കയർ ആൻഡ് കൺസ്യൂമർ സൊസൈറ്റീസ്. കൺസ്യൂമർ സൊസൈറ്റീസും കയർ സൊസൈറ്റീസും ഒഴികെയുള്ള ഗുഡ്സ് ഡീൽ ചെയ്യുന്ന സൊസൈറ്റീസ് അതിൻ്റെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെയിൽ പ്രൊസീഡ്സിൻ്റെ ബേസിസിലാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സംഷൻ ഫ്രം പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ്. ഓഡിറ്റ് ഫീസിന് എക്സംഷൻ ഉള്ള കേസസ് നോക്കാം. ഓൾ SC/ST സൊസൈറ്റീസ്, എല്ലാത്തരം SC/ST സൊസൈറ്റീസിനും ഓഡിറ്റ് ഫീ എക്സംപ്റ്റഡ് ആണ്. ഓൾ ഫാമിംഗ് സൊസൈറ്റീസ് വിച്ച് ഡു നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഡു നോട്ട് ഗ്രാൻഡ് ലോൺസ്. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഫാമിംഗ് സൊസൈറ്റീസിന് ഓഡിറ്റ് ഫീസ് ഇല്ല. എന്നാൽ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ലോൺ കൊടുക്കുകയും ചെയ്യുന്ന ഫാമിംഗ് സൊസൈറ്റീസിന് ഓഡിറ്റ് ഫീ ഉണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൂന്നാമത്തെ കേസ്, ഓൾ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് വിച്ച് ഡു നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഡു നോട്ട് ഗ്രാൻഡ് ലോൺസ്. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും ലോൺസ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസിന് ഓഡിറ്റ് ഫീ ഇല്ല. നാലാമത്തെ കേസ്, സൊസൈറ്റീസ് റിസീവിംഗ് ദ സർവീസ് ഓഫ് കൺകറൻറ്റ് ഓഡിറ്റേഴ്സ്. കൺകറൻറ്റ് ഓഡിറ്റേഴ്സിൻ്റെ സർവീസ് ലഭിക്കുന്ന സൊസൈറ്റികൾക്ക് ഓഡിറ്റ് ഫീസ് ഇല്ല. കൺകറൻറ്റ് ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്യുന്ന സൊസൈറ്റീസിന് എന്താണ് വരിക? ഓഡിറ്റ് ഫീസിന് പകരം ഓഡിറ്റ് കോസ്റ്റാണ്. അടുത്തത്, എനി സൊസൈറ്റി ഫോർ ദ ഫസ്റ്റ് ഇയർ ഓഫ് ഓഡിറ്റ്. ഏത് തരം സൊസൈറ്റി ആണെങ്കിലും ഫസ്റ്റ് ഇയർ ഓഡിറ്റിന് ഓഡിറ്റ് ഫീസ് കൊടുക്കേണ്ടതില്ല. ഓൾ പ്രൈമറി ഫിഷർമാൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പോട്ടറി സൊസൈറ്റീസ്. പ്രൈമറി ഫിഷർമാൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും പോട്ടറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും ഓഡിറ്റ് ഫീ എക്സംപ്റ്റഡ് ആണ്. എക്സംഷൻ ഫ്രം പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ് പറയുന്നത് റൂൾ 65(3)ലാണ്. ഓഡിറ്റ് ഫീസിൻ്റെ എക്സംഷനെ കുറിച്ച് പറയുന്നത് റൂൾ 65(3)ലാണ്. ആദ്യത്തെ 6 വർഷത്തേക്ക് ഓഡിറ്റ് ഫീസ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് വീവേഴ്സ് സൊസൈറ്റി. എനി വീവേഴ്സ് സൊസൈറ്റി ഫോർ ദ ഫസ്റ്റ് 6 കോപ്പറേറ്റീവ് ഇയർ ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ. വീവേഴ്സ് സൊസൈറ്റീസിന് ആദ്യത്തെ 6 വർഷം ഓഡിറ്റ് ഫീസ് എക്സംപ്റ്റഡ് ആണ്. 50% എക്സംഷനുള്ള കേസസാണ് ഓൾ കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് വനിത ആൻഡ് ഡയറി സൊസൈറ്റീസ്. 3 തരം സൊസൈറ്റികൾക്ക് 50% എക്സംഷൻ ഉണ്ട്. അത് കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓഡിറ്റ് ഫീയും ഓഡിറ്റ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഓഡിറ്റ് ഫീ ഡിസൈഡ് ചെയ്യുന്ന DCA ആണ്.
ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ 100 രൂപയ്ക്കും 50 പൈസ തോതിലാണ്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഓരോ 100 രൂപയ്ക്കും 50 പൈസ തോതിലാണ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാക്സിമം 1 ലക്ഷം രൂപയാണ്. എമൗണ്ട് പേയബിൾ ബൈ ദ സൊസൈറ്റി ടു ഗവൺമെൻറ് ഫോർ കണ്ടക്ടിങ് ഓഡിറ്റ് ഈസ് ഓഡിറ്റ് ഫീ. ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് ഗവൺമെൻറ്റിലേക്ക് സൊസൈറ്റി കൊടുക്കേണ്ട എമൗണ്ടാണ് ഓഡിറ്റ് ഫീ. എമൗണ്ട് പേയബിൾ ബൈ ദ സൊസൈറ്റി ടു ഗവൺമെൻറ് ഫോർ കൺകറൻറ്റ് ഓഡിറ്റേഴ്സ് ഈസ് ഓഡിറ്റ് കോസ്റ്റ്. കൺകറൻറ്റ് ഓഡിറ്റേഴ്സിൻ്റെ സർവീസിന് വേണ്ടി ഗവൺമെൻറ്റിലേക്ക് സൊസൈറ്റി കൊടുക്കുന്ന എമൗണ്ടാണ് ഓഡിറ്റ് കോസ്റ്റ്. ദ ഫീസ് റെമിറ്റഡ് ടു ഗവൺമെൻറ് ബിഫോർ ഓഡിറ്റിംഗ് ഫോർ ദ കോസ്റ്റ് ഓഫ് കൺകറൻറ്റ് ഓഡിറ്റ് ഈസ് ഓഡിറ്റ് കോസ്റ്റ്. ഓഡിറ്റ് ഫീസ്, ഓഡിറ്റ് കോസ്റ്റ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് തുടങ്ങിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.